ഇനി അടുത്തത് 10th ക്വസ്റ്റ്യൻ. യൂസ് ദ കണക്ഷൻ യു ഫൗണ്ട് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ഗിവൺ ദാറ്റ് എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ 9th ക്വസ്റ്റ്യനിൽ നമ്മളൊരു കണക്ഷൻ നമ്മൾ ലാസ്റ്റിൽ നോക്കിയായിരുന്നു. എന്തായിരുന്നു ആ കണക്ഷൻ? അതായത് നമ്മളവിടെ എം എസ് ടിയുടെ മിഡ് പോയിൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ എമ്മിലെ എക്സ് കോർഡിനേറ്റ് എസിൻ്റെയും ടിയുടെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് ആണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ എമ്മിലെ വൈ കോർഡിനേറ്റ് എസിൻ്റെയും ടിയുടെയും വൈ കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് ആണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇവിടെ എയുടെയും ബിയുടെയും മിഡ് പോയിൻ്റ് ആണ് എം എന്ന് നമ്മളിവിടെ എന്നാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, എമ്മിൻ്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്, ബിയുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ഇക്വേഷൻ എഴുതിയത്? x1 പ്ലസ് x2 ബൈ 2ഉം y1 പ്ലസ് y2 ബൈ 2ഉം ഇതായിരുന്നു മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എയെ ഞാൻ x1 y1 എന്നെടുക്കുന്നു, ബിയെ ഞാൻ x2 y2 എന്നെടുക്കുന്നു. ഇനി എമ്മിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ട്, അതിനെ ഞാൻ x എന്നും y എന്നും എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. അതായത് എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ x1 പ്ലസ് x2 ബൈ 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് കിട്ടും. വൈ കിട്ടാൻ വേണ്ടി നമ്മൾ y1 പ്ലസ് y2 ബൈ 2. ഈ കണക്ഷനാണ് നമ്മൾ 9th ക്വസ്റ്റ്യനിൽ ലാസ്റ്റിൽ കണക്ഷൻ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. മിഡ് പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ എസിൻ്റെയും ടിയുടെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് എടുത്തു. മിഡ് പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് കിട്ടാൻ എസിൻ്റെയും ടിയുടെയും വൈ കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? x2ഉം y2ഉം കണ്ടുപിടിക്കാനാണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എക്സും വൈയും ആണ് തന്നിരിക്കുന്നത്, അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ബിയുടെ എക്സും വൈയും ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മിഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അതായത് -7,1 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ -7,1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ -7 എന്തിന് ഈക്വലാണ്? x1 പ്ലസ് x2 ബൈ 2വിന് ഈക്വലാണ്. 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? y1 പ്ലസ് y2 ബൈ 2വിന് ഈക്വലാണ്. ഇനി നമ്മൾ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇവിടെ നമുക്ക് എഴുതാം, ദ മിഡ് പോയിൻറ്റ് ഫോർമുല ഈസ് മിഡ് പോയിൻറ്റ്. നിങ്ങൾ മിഡ് പോയിൻ്റ് എന്ന് തന്നെ എഴുതിക്കോണേ. മിഡ് പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? x1 പ്ലസ് x2 ബൈ 2ഉം y1 പ്ലസ് y2 ബൈ 2ഉമാണ്. അപ്പോൾ മിഡ് പോയിൻ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് -7,1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ -7,1 ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ എന്താ? എയുടേത് നമുക്കറിയാം എത്രയാണ്? 3. അപ്പോൾ x1 ഞാൻ ഇത് x1 ഇത് y1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇത് x2 ഇത് y2 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ x1 നമുക്ക് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്, പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2. y1 ഈസ് -4 പ്ലസ് y2 ബൈ 2. x2ഉം y2 നമുക്കറിയില്ല, എക്സും വൈയും തന്നെയായിട്ടാണുള്ളത്. അപ്പോൾ x2ന് പകരം നമുക്കിവിടെ x എന്നങ്ങ് എഴുതാം കേട്ടോ, എക്സും വൈയും. ഓക്കെ, ഇനി നോക്കിയേ, ഈ -7 എന്തിന് ഈക്വലാ? ഇതിന് ഈക്വലാണ് അല്ലേ. അപ്പോൾ ഫോർ ദി എക്സ് കോർഡിനേറ്റ് -7 ഈസ് ഈക്വൽ ടു 3 പ്ലസ് എക്സ് ബൈ 2. ഇനി നമ്മൾ ഈ 2വിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? 3 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 7 × 2 14, -14. x ഈസ് ഈക്വൽ ടു -14 മൈനസ് 3 ഈസ് ഈക്വൽ ടു -17. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി എന്താണ്?
17 എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് 1 എന്തിന് ഈക്വലാണ്? ഇതിന് ഈക്വലാണ്. അപ്പോൾ 4y കോർഡിനേറ്റ് എന്താണ്? 1 ഈസ് ഈക്വൽ ടു -4 + y/2. 2വിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? -4 + y ഈസ് ഈക്വൽ ടു 2. y ഈസ് ഈക്വൽ ടു -4 RHSലേക്ക് ട്രാൻസ്പോസ് ആകും. അപ്പോൾ 2 + 4 ദാറ്റ് ഈസ് 6. അപ്പോൾ y നമുക്ക് 6 എന്നും കിട്ടി. കോർഡിനേറ്റ് ഓഫ് B ആർ എന്തൊക്കെയാണ്? -17, 6. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 9th ക്വസ്റ്റ്യനിൽ ചെയ്ത കണക്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പം 2 കോർഡിനേറ്റ്സ് തന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി 3 പോയിന്റുകൾ സ്ട്രെയിറ്റ് ലൈനിലാണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.